നമ്മളെ ഏറ്റവും സ്നേഹ ആദരവോടുകൂടി ഇന്നത്തെ പ്രഭാഷകൻ നമ്മുടെ ഡോക്ടർ സുരേഷ് കുമാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ ദിവസം നാരായണ ഗുരുസ്വാമികളുടെ അറിവ് എന്ന ലഘുകൃതിയെക്കുറിച്ച്, കൃതിയുടെ വലിപ്പത്തിലും രൂപത്തിലും ലഘു എന്ന് പറഞ്ഞതേ ഉള്ളൂ, ആധ്യാത്മിക തത്വം മുഴുവനും ഉൾക്കൊള്ളുന്ന 15 മലയാള പദ്യങ്ങൾ മാത്രമാണ് ഈ കൃതിയിലുള്ളത്. അതിൻ്റെ വ്യാഖ്യാനം എത്ര പറഞ്ഞിരുന്നാലും തീരുകയില്ല. ഒരു ശ്ലോകം തന്നെ ഒരു ദിവസം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല നമ്മൾ വിജയിച്ചു എന്ന് പറയാം. അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ഡോക്ടർ സുരേഷ് കുമാറിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എല്ലാവരുടെയും നമസ്കാരം. ഓം ശ്രീ വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം. സാർത്ഥം നിഷ്കളമാത്മബോധം അഖിലാണ്ട പ്രേമ പൂർണാകരം. ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീ നീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീ നീലകണ്ഠൻ ഗുരു. നരരൂപം ധരിച്ചൊരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്തംസം സാഷ്ടാംഗം പ്രണമിച്ചിടാം. സാഷ്ടാംഗം പ്രണമിച്ചിടാം. പ്രീതി കാളാകിലോരാദാഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിനും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. സാധിപ്പാനോർത്ത് നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. ഗുരുഭ്യോ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോ നമ്മളുടെ ശ്രീനാരായണ ഗുരുവിന്റെ അറിവെന്ന കൃതിയുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ആദ്യത്തെ ഒരു ക്ലാസ്സിലെ ഗുരുവിന്റെ പൊതുവായ സംഭാവനകളെ കുറിച്ചും ഗുരുവിന്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. ഗുരുവിന്റെ കൃതികളെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. നമുക്കറിവുള്ളതുപോലെ ഗുരുവിന്റെ കൃതികൾ ആദ്യകാലങ്ങളിൽ, അതായത് ഗുരുവിന്റെ സമാധിക്ക് ശേഷം കുറെ കാലത്തേക്ക് ഈ കൃതികളെ കുറിച്ച് വേണ്ടവണ്ണം ഒരു പഠനം നടത്തിയിട്ടില്ലായിരുന്നു. ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയ്ക്കും മറ്റുമാണ് ഗുരുവിനെ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടപ്പെട്ടത്. പക്ഷെ ഈ കൃതികളുടെ പഠനം പിൽക്കാലത്താണ് ഗൗരവതരമായി ഉണ്ടാകുന്നതും ശേഖരിക്കുന്നതും ഒക്കെ. അപ്പൊ ഞാനതിലേക്ക് വിശദമായി പോകുന്നില്ല, കാരണം വെച്ചാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് വേണ്ടി. അപ്പൊ ഗുരുവിന്റെ സാഹിത്യ കൃതികളെ ആകെ എടുത്താൽ ഇന്നേക്ക് 64ഓളം കൃതികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു വിഷയം നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള അദ്ദേഹത്തെ ആഴത്തിൽ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഗുരുവര്യന്മാർ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഒരു 3 ഘട്ടങ്ങളായിട്ടാണ്. അതായത് അവധൂത കാലഘട്ടം, ആധ്യാത്മിക ജീവിതത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചാണ് പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അതായത് അവധൂതനായിരുന്ന ഒരു കാലഘട്ടം, പിന്നെ തപശ്ചര്യ കാലഘട്ടം, പിന്നെ ആധ്യാത്മിക അനുഭൂതിയുടേതായ ഒരു കാലഘട്ടം. അങ്ങനെ 3 കാലഘട്ടങ്ങളെ ആയിട്ടാണ് ഗുരുവിനെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ ജീവിതത്തെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ കൃതികളെയും ഈ കാലഘട്ടത്തോടനുബന്ധിച്ചിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തോത്രകൃതികൾ, അനേകം സ്തോത്രകൃതികൾ അദ്ദേഹം ആരചിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ശബ്ദഭംഗി നിറഞ്ഞ, തൻ്റെ ഭാഷയിന്മേലുള്ള തൻ്റെ അതീശത്വം അല്ലെങ്കിൽ തൻ്റെ പ്രാഭവത്തെ, പ്രതിഭയെ ഖ്യാപനം ചെയ്യണം എന്ന ബോധത്തോടു കൂടി എഴുതിയിട്ടുള്ളതുണ്ട്. കാരണം അക്ഷരമാലാക്രമത്തിലൊക്കെ എഴുതിയിട്ടുള്ളതുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്തോത്രകൃതികൾ അത് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ അവധൂത കാലഘട്ടത്തിൽ, അവധൂത കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ തപശ്ചര്യ കാലഘട്ടത്തിൽ ആധ്യാത്മികതയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ അതാണ് ദീർഘമായ ആ തപസ്സിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളെ എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതായത് അനുഭൂതി ദശകം പോലെയുള്ള, അദ്വൈത ദീപിക പോലെയുള്ള, സ്വാനുഭവ ഗീതി, കുണ്ടലിനിപ്പാട്ട്, ഇവയൊക്കെ ഈ ഇദ്ദേഹം തപശ്ചര്യ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഈ 3 കാലഘട്ടങ്ങളെയും ഒരു നദീപ്രവാഹം പോലെ നിരൂപണം ചെയ്തിട്ടുണ്ട് അഴീക്കോടിനെ പോലുള്ളവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മഹത്തായ പർവ്വതത്തിന്റെ ശൃംഗങ്ങളിൽ നിന്നും ഉദ്ഭവിച്ച് താഴേക്ക് പ്രവഹിക്കുന്ന ഒരു മഹാനദി എങ്ങനെയാണ് അവസാനം സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെ, അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ സരണിയെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രാഭവ കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ശബ്ദായമാനമായി കളകളാരവത്തോടൊഴുകുന്ന അനേക പ്രവാഹങ്ങൾ ചേർന്ന് നദിയായി രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ശബ്ദഭംഗി നിറഞ്ഞ കൃതികൾ, സ്തോത്രങ്ങൾ രചിക്കുമെന്നും, പിൽക്കാലത്ത് സമതലത്തിലൂടെ ഒഴുകി വരുമ്പോൾ ആധ്യാത്മികതയുടെ അന്തസാരത്തിലേക്ക് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന കൃതിയുടെ അതിൻ്റെ ഒരു 2ാമത്തെ ഘട്ടമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം പ്രശാന്തത ആവഹിക്കുന്ന ഒരു നദിയുടെ സ്വഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്ന കൃതികൾ. എന്നിട്ട് അവസാനം അനുഭൂതി സാന്ദ്രമയുടെ ആഴങ്ങളിലേക്ക് അമർന്നു പോകുന്ന അവസാന കാലഘട്ടങ്ങളിൽ എഴുതിയ കാമ്പാർന്ന വളരെ ആഴമേറിയ അതായത് ആത്മോപദേശ ശതകം പോലെയുള്ള, ദർശനമാല പോലെയുള്ള കൃതികൾ, നമ്മളെ പഠനീയമായിരിക്കുന്ന 60 കൃതിയും ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കാലഘട്ടങ്ങളിലൂടെ എഴുതിയ ഈ 64ഓളം കൃതികൾ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതെ, മുഖ്യമായിട്ടും ഈ കൃതികളിൽ ഒന്നിൽ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന, വളരെ കാഷ്വലായിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. കാരണം സുബ്രഹ്മണ്യ കീർത്തനം. അപ്പോൾ ആ സുബ്രഹ്മണ്യ കീർത്തനത്തിലെ അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവിധ ഭാവങ്ങളെ വർണ്ണിക്കുന്നിടത്ത്, ഐശ്വര്യത്തെ വർണ്ണിക്കുന്നിടത്ത്, അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വളരെ പെട്ടെന്ന് മറ്റൊരു ശ്ലോകം കയറി വരികയാണ്, മനസ്സിലേക്ക് മറ്റൊരു ശ്ലോകം കയറി വരികയും ആ ശ്ലോകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തൻ്റെ ജീവിത ലക്ഷ്യത്തെ ഖ്യാപനം ചെയ്യുന്നത് പോലെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരുദയം ചെയ്ത് ചന്ദ്രൻ മറഞ്ഞു. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചു മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർ ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ എന്ന് ആധ്യാത്മിക അനുഭൂതിയെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഒരു പാരമ്പര്യ രൂപത്തിൽ നോക്കിയാൽ വൈയക്തികമായ ജീവിത സാബല്യമാണ് മോക്ഷം എന്ന് പറയുന്നത്. അതൊരു വൈയക്തികമായ തലമാണ്. അതിൽ നിന്ന് സാമൂഹികമായ ഒരു തലത്തിലേക്ക് സംക്രമിപ്പിക്കുന്നതാണ് ആധുനിക കാലത്ത്, വിശിഷ്യ നവോത്ഥാന കാലത്ത് നാം കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്ത ഗുരുവിൽ കടന്നു വരുന്നത് ലോകക്ഷേമത്തെക്കുറിച്ച് അല്ലെങ്കിൽ
ലോക സേവനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഗുരുവിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ഖ്യാപനമായിട്ടാണ് ഈ ശ്ലോകം നാം മനസ്സിലാക്കുന്നത്. പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊമൈൻ റോളിനെ പോലുള്ള ഫ്രഞ്ച് ചിന്തകന്മാർ പറയും ഏതൊരു ആധ്യാത്മിക പുരുഷന്റെയും ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള തലങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയും. ഒന്ന് വിത്ഡ്രാവൽ, മറ്റൊന്ന് റിട്ടേൺ. അതായത് ലോക ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും അവസാനം ലോക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും. ഈ ലോക ജീവിതത്തിലേക്കുള്ള അപ്പോൾ അത്തരത്തിലുള്ള മഹാരഥന്മാരുടെ ജീവിതം, ഏതൊരു ആധ്യാത്മിക പുരുഷന്റെയും ജീവിതത്തിന്റെ സാഫല്യം ഈ തിരിച്ചുവരവിലാണ്. തിരിച്ചു വരുന്നില്ല എങ്കിൽ ആധ്യാത്മിക ഔന്നത്യം അദ്ദേഹത്തിന്റെ വൈയക്തികമായ ഒരു ഔന്നത്യമായി നിലകൊള്ളും, മോക്ഷമെന്ന് പറയുന്നത്. മറിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്ക് അദ്ദേഹം അതുവരെ ആർജിച്ച തൻ്റെ തപശക്തി മുഴുവൻ, തൻ്റെ പ്രാഭവം മുഴുവൻ, തൻ്റെ വീര്യം മുഴുവൻ, തൻ്റെ പ്രവർത്തന കുശലത മുഴുവൻ, തൻ്റെ ആധ്യാത്മിക ബോധം മുഴുവൻ സമൂഹത്തിലേക്ക് സംക്രമിപ്പിക്കുകയും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് മോക്ഷത്തിന് ഉതകുന്നതായി തീരുകയും ചെയ്യും. അങ്ങനെ പറയുന്നുണ്ട്. കാരണം അതാണ് അതിൻ്റെ സജാതഹ ഏന ജാതേന യാതിവംശ സമുന്നതി എന്ന് പറയും. സജാതഹ, ആ മഹാന്റെ ജന്മമാണ് ജന്മം. ഏന ജാതേന, യാതൊരാളുടെ ജന്മം കൊണ്ടാണോ യാതിവംശ സമുന്നതി, താൻ ജനിച്ചതായ വംശം, മാനവകുലം സമുന്നതിയെ പ്രാപിക്കുന്നത്, ഐശ്വര്യത്തെ പ്രാപിക്കുന്നത്, മോക്ഷത്തെ പ്രാപിക്കുന്നത്. അത്തരത്തിലുള്ള ജന്മമാണ് യഥാർത്ഥ ജന്മം, മാനവ ജന്മം എന്ന് പറയുന്നത്. എന്നതുപോലെ ഈ തിരിച്ചുവരവിലാണ് സായുജ്യം. അങ്ങനെ തിരിച്ചു വരേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ആ ഇതിൽ പറയുന്നത്. അതായത് പറയും, തന്നാൽ കരയേറ്റേണ്ടവരെത്ര പേരു താഴത്ത് പാഴ്ചേറ്റിൽ അമർന്നിരിക്കേ, താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോതിരിക്കെന്തൊരു ചാരിതാർത്ഥ്യം. അപ്പൊ തൻ്റെ കൈപിടിച്ച് തൻ്റെ സഹായത്താൽ ഉയർന്നു വരേണ്ടവർ പാഴ്ചേറ്റിൽ അമർന്നിരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് ഉയർന്നു പോകേണ്ട, അങ്ങനെ പോയിട്ട് അത്തരത്തിലുള്ള ചാരിതാർത്ഥ്യത്തിന് എന്ത് പ്രസക്തിയാണെന്ന് പറയുന്നു. എന്നതുപോലെയാണ് ഗുരുവിൽ ഇവിടെ തോന്നുന്നത്. ഗുരുവിൻ്റെ ദർശനമാല എടുത്തു കഴിഞ്ഞാലേ നിർവ്വാണ ദശകത്തെ നമുക്കറിയാം. നിർവ്വാണ ദശകത്തിലെ ഗുരു അദ്വൈതിയാണെന്ന് പറയുമ്പോഴും ശൈവ ദർശനത്തിൻ്റെ സ്വാധീനം ഗുരുവിൻ്റെ കൃതികളിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോ അതിൽ ഈ നിർവ്വാണത്തെ സാധാരണ നമ്മൾ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള യാഥാസ്ഥിതിക അദ്വൈത ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ജീവൻ മുക്തൻ, പിന്നെയോ ഒന്ന് ജീവൻ മുക്തൻ, പിന്നെ പരമമായിട്ട് മുക്തി നേടിയ രണ്ട് തലങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഈ നിർവ്വാണ ദശകത്തിൽ പറയും ബ്രഹ്മവിദ് വരഹ, ബ്രഹ്മവിദ് വരീയ, ബ്രഹ്മവിദ് വരിഷ്ഠ. അതായത് ഈ നിർവ്വാണത്തിന്റെ പല അടരികളെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹമാ പറയുന്നത്, തട്ടിത്തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ, ഉയർന്നുയർന്നങ്ങനെ പോകാൻ വരട്ടെ. ഈ അതാണ് കഷ്ടം ദീനം പിടിച്ചോ മതിരയതി കുടിച്ചോ കിടക്കുന്ന ലോകർ കുത്തിഷ്ടോത്തിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ജീവിത നദിയിലേക്ക് മുഴുകുന്നതിന് ഇതാ കാലമായിരിക്കുന്നുവെന്ന് അദ്ദേഹം തൻ്റെ ജീവിത ലക്ഷ്യത്തെ ഖ്യാപനം ചെയ്യുന്നത് പോലെയാണ് അതിൽ നാം കാണുന്നത്. ഞാൻ ഇതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അങ്ങ് ഇതിലേക്ക് കടന്നു പോകും. എങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മളൊരു കൃതിയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതായ സന്ദർഭമാണ് എന്നുള്ളത് കൊണ്ട് ആ കൃതിയുടെ ഒരു ഗൗരവത്തെക്കുറിച്ച്, കൃതികളുടെ ഗൗരവത്തെക്കുറിച്ചും അതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചും നിരൂപകന്മാരിൽ ചിലർ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുക. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ മിക്ക കൃതികളും ചിന്താ തുരങ്കത കൊണ്ട് സാധാരണ വായനക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം ശരിക്കും എന്താണ് ചിന്താ ദുരങ്കത എന്ന് വെച്ചാൽ ഗുരുക്കന്മാരുടെ ചിന്തയാണ്, അത് എത്ര വേഗതയിലാണ്. അപ്പൊ അതേ ഫ്ലോയിലെ നമുക്ക് എത്തിപ്പെടാൻ കഴിയായക കൊണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഗുരുവിന്റെ ശിഷ്യനും ചിന്നസ്വാമിയുമായിരുന്ന കവിയുമായ കുമാരനാശാൻ ഗുരുവിന്റെ കൃതികളെ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഗുരുവിന്റെ കൃതികളെ കുറിച്ച് പറയുന്നത്, ഭാഷ ശുദ്ധ മലയാളവും രചന അതിമനോഹരവും ആയിരുന്നാലും സ്വാമികളുടെ കവിതകൾക്ക് അർത്ഥകൽപ്പനയിൽ പലപ്പോഴും ഒരു ദുരവഗാഹത കാണാറുണ്ട് എന്ന് പറയുന്നു. അപ്പൊ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് ഗുരുവിന്റെ കൃതികൾ. നമുക്കറിയാം പച്ച മലയാളത്തിലാണ് എഴുതപ്പെട്ടത്. നമ്മൾ പഠിക്കാൻ പോകുന്ന കൃതി പോലും പച്ച മലയാളത്തിലാണ് എഴുതപ്പെട്ടത്.
പക്ഷേ നമ്മളതിൻ്റെ അർത്ഥം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആഴങ്ങളിലേക്ക് നമുക്ക് എന്നുവെച്ചാൽ വളരെ വളരെ ദുരവഗാഹത അതിനകത്ത് മുങ്ങിയെടുത്ത് അതിൻ്റെ രത്നങ്ങൾ ശേഖരിക്കുക എന്നത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമായിട്ടല്ല നമുക്ക് അനുഭവപ്പെടാവുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അഴീക്കോടിൻ്റെ ഗുരുവിൻ്റെ കൃതികളെ ആകെയുള്ള ഒരു നിരീക്ഷണം കൂടി നടത്തിക്കൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. അതായത് ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് ഈ അഴീക്കോട് മാഷിനെ കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ ഗുരുവിൻ്റെ കൃതികൾ നമുക്കറിവുള്ളതുപോലെ ബാലകൃഷ്ണൻ നായർ സാറ് കംപ്ലീറ്റ് കൃതികളെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആദ്യത്തെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. അദ്ദേഹം ബ്രഹ്മവിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു. അങ്ങനെ ആ ഒരു ഘട്ടത്തിലെ അതാണ് പല പാർട്ടായിട്ട് അതിനെ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വോളിയമായിട്ട് ഗുരുവിൻ്റെ കൃതികളെ ആകെ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനത്തോട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കൃതികൾ ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. പിന്നെ ടി ഭാസ്കരൻ സാറിൻ്റെ വ്യാഖ്യാനമുണ്ട്. പിന്നെ ഗുരുകുലത്തിലെ അവരുടെ ട്രഡീഷനിൽപ്പെട്ട വ്യാഖ്യാനം. അങ്ങനെ 2-3 ട്രഡീഷനിലാണ് 2-3 ധാരകളിലാണ് ഈ വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഈ ഭാസ്കരൻ സാറിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ മുഖവര എഴുതിയിരിക്കുന്നത് അഴീക്കോട് മാഷാണ്. അതുപോലെ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ അതിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാനത്തിനും മുഖവര എഴുതിയിരിക്കുന്നത് അഴീക്കോട് മാഷാണ്. അഴീക്കോട് മാഷ് അതിനെക്കുറിച്ച് എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നൊന്നുകൂടെ പറയാം. അതായത് അദ്ദേഹം അവതാരികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വാന്തപ്രകാശത്തിൽ നിന്ന് ഉയർന്ന ഒരാചാര്യന്റെ ആത്മപ്രത്യോദനമാണ് ആ കൃതികളുടെ അന്തസത്ത. യഥാർത്ഥ ശ്രീനാരായണനെ അവയിൽ പ്രതിബിംബിച്ചു കാണാം. സന്ധ്യയ്ക്ക് ഉപവനത്തിൽ നിന്ന് സ്വയം മറന്നുപാടിയ താൻസനെ പോലെ ഈ കൃതികളിൽ ഗുരു അപരതന്ത്രനായി ആത്മസാഫല്യത്തിനു വേണ്ടി സ്വന്തം നാദത്തിൽ ഗാനം ചെയ്തിരിക്കുന്നു. കേരളം ഭാരതത്തെ കേൾപ്പിച്ച വേദാന്ത പ്രതിഭയുടെ മധുരമായ മുഴക്കമത്രേ ശ്രീനാരായണ കൃതികൾ എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കൃതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ടവണ്ണം ആദ്യകാലത്ത് പഠിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് അനേക വ്യാഖ്യാനങ്ങൾ കൃതികൾക്കുണ്ടായിട്ടുണ്ട് പല സരണികളിലൂടെ. നമ്മൾ ആ കൃതികളെ ആകവേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ 3 രീതിയിൽ ഈ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ ഭാസ്കരൻ സാറിന്റെ വ്യാഖ്യാനം ഈ ഒരു ദ്രവീഡിയൻ സ്വാധീനം, ദ്രാവിഡ സംസ്കാരത്തിന്റെ സ്വാധീനം, വിശേഷിച്ചും ശൈവ സിദ്ധാന്തത്തിന്റെ സ്വാധീനം, തന്ത്രത്തിന്റെ സ്വാധീനം, സിദ്ധ പാരമ്പര്യത്തിന്റെ സ്വാധീനം, ഇവയൊക്കെ ഗുരുവിന്റെ കൃതികളിൽ എങ്ങനെ വരുന്നത് എന്നത് കൂടുതൽ പ്രകാശിപ്പിക്കുന്ന തരത്തിലാണ്. അതേസമയം ജി ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനത്തിൽ നാം അധികവും പാരമ്പര്യ വേദാന്തത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളിലെ നമ്മളെപ്പോഴും ഈ ഗുരുവിന്റെ കൃതികളുടെ വ്യാഖ്യാനങ്ങളിൽ അദ്ദേഹം എപ്പോഴും ഉപനിഷത്തുക്കളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും നമ്മളെ ട്രഡീഷണൽ ആയിരിക്കുന്ന ആധ്യാത്മിക കൃതികളിൽ നിന്ന് പ്രസക്തമായ ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സുഗമമാക്കി ആ ഒരു ട്രഡീഷനിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ 2 പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഗുരുകുലം വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അതിപ്പം നിത്യേതന്യതി ആയാലും നാരായണ പ്രസാദ് ആയാലും നടരാജഗുരു ആയാലും വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ നമ്മളുടെ ട്രഡീഷണൽ ആയിരിക്കുന്ന ഒരു വേദാന്ത പാരമ്പര്യത്തിൽ നിന്ന് ഏതൊക്കെ മേഖലകളിലാണ് ഗുരു തനതായ സ്വത്വം ഉണ്മ പ്രകാശിപ്പിച്ചിട്ടുള്ളത് അവയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടുകൊണ്ടാണ് ഈ ഗുരുകുലത്തിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ 2-3 ധാരകളിലാണ് ഗുരുവിന്റെ കൃതികളുടെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ പഠനീയമായിരിക്കുന്ന കൃതി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ലഘുവായ കേവലം 15 പദ്യങ്ങൾ മാത്രമുള്ള ഒരു കൃതിയാണ്. പക്ഷേ ഈ കൃതിയിലെ ഇത് പഠിക്കാൻ ഉദ്യമിക്കുമ്പോൾ നാം എത്രമാത്രം ജാഗ്രത പുലർത്തണം, നാം എത്രമാത്രം ഏകാഗ്രതയോടെ
വേണം ഈ കൃതിയെ സമീപിക്കുവാൻ എന്ന് ഈ കൃതിയെ വ്യാഖ്യാനിച്ചിട്ടുള്ള വ്യാഖ്യാതാക്കളായിരിക്കുന്ന ചിലരൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ചില നിരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ട് നമുക്ക് കൃതിയിലേക്ക് വരാം എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഗുരുവിന്റെ കൃതികളെ, അതായത് അദ്വൈതത്തെ ശാസ്ത്രമാക്കിയ മഹർഷി എന്ന് ഗുരുവിന്റെ സംഭാവനകളെ ആകെ തന്നെ വിലയിരുത്തിക്കൊണ്ട് എങ്ങനെ ആധുനിക ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ശാസ്ത്രാധ്യാപകനായിരുന്ന പ്രൊഫസർ GK ശശിധരൻ സാറ്, അതായത് അദ്വൈതത്തെ ശാസ്ത്രമാക്കിയ മഹർഷി, അതിന്റെ ശാസ്ത്രീയത എത്രമാത്രമുണ്ട് എന്ന് വെളിവാക്കുമാറ് ഒരു കൃതി, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പുരസ്കരിച്ചൊരു കൃതി എഴുതിയിട്ടുണ്ട്. ആ കൃതിയിലെ ഈ അറിവിനെ കുറിച്ച് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അറിവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ദാർശനികതയുടെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഞാനിത് എന്താ സൂചിപ്പിക്കുന്നത് എന്നാണെങ്കിൽ, നമ്മുടെ കൃതിയുടെ പഠനത്തിന്റെ ഒരു പൂർവ്വപീഠിക എന്ന നിലയിൽ ഈ കൃതിയെ എത്രമാത്രം ഗൗരവമാർന്നതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതായത് ദാർശനികതയുടെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നായ ഈ കൃതിയിൽ സ്വീകരിച്ചിരിക്കുന്ന പ്രതിപാദന രീതിക്ക് സമാനതകൾ ഇല്ലെന്ന് തന്നെ പറയാം. പദ്യങ്ങളെല്ലാം ഗുരുദേവൻ ഒരു ശാസ്ത്രജ്ഞന്റെ വിശകലന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അറിവ് എന്ന കൃതിയിലെ 15 പദ്യങ്ങളും അദ്വൈത സത്യത്തിന്റെ ആത്മീയവും ശാസ്ത്രീയവുമായ ശുദ്ധ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവയാണ്. നിത്യചൈതന്യതി ഈ കൃതിക്ക്, അതായത് ആ ഗുരുപരമ്പരയുടെ, അതായത് ഗുരുകുലത്തിന്റെ പാരമ്പര്യത്തിൽ നിത്യചൈതന്യതി ഈ കൃതിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, അതിന്റെ മലയാളം വിവർത്തനവും ഉണ്ട്. പക്ഷേ മലയാളം വിവർത്തനം വായിച്ചു നോക്കുമ്പോൾ ഇംഗ്ലീഷുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ, അത്ര ശ്രദ്ധയോട് വിവർത്തനം ചെയ്തതായിട്ട് തോന്നുന്നില്ല. ആ ഒരു കൃതിയിലെ നിത്യചൈതന്യതയുടെ ഒരു നിരീക്ഷണം ഈ കൃതിയെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, ആമുഖമായി പറയുന്നത്, ദാർശനിക ലോകത്തിന് നാരായണ ഗുരു നൽകിയ തനിമയുള്ള ഒരു സംഭാവനയാണ്. ഇത് ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കേണ്ട ഒന്നല്ല. ഇതിലെ ഓരോ പദ്യത്തിൻ്റെയും പിന്നിലുള്ള ഗുരുവിന്റെ ഉൾക്കാഴ്ച അനുവാചകന് സ്വന്തമായി തീരുന്നതിന് ദീർഘമായ മനനം ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ കൃതിയിലെ അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ തന്നെ അറിവ് ഒരു മനനം എന്ന രീതിയിലാണ് അത് ആമുഖമായി കൊടുത്തിരിക്കുന്നത്. ഈ കൃതി ഇരിക്കെ തന്നെ, അതായത് ഈ ഗുരുകുല പാരമ്പര്യത്തിലെ നിത്യചൈതന്യതി വ്യാഖ്യാനിച്ചതിനു ശേഷം മുനി നാരായണ പ്രസാദ് സ്വാമികൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗുരുവിന്റെ ഒരു വ്യാഖ്യാനം, കൃതിയുടെ വ്യാഖ്യാനം ഇരിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനം ഇരിക്കെ തന്നെ എന്തിനിത് വീണ്ടും വ്യാഖ്യാനിക്കുന്നു എന്നാണെങ്കിൽ, എത്ര വ്യാഖ്യാനിച്ചാലും അതിൻ്റെ ആന്തരികമായിരിക്കുന്ന അർത്ഥങ്ങളെ പൂർണ്ണമായും പ്രകാശിപ്പിച്ചുവെന്ന് ഒരു വ്യാഖ്യാതാവിനും അനുഭവപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഒരു അനുബന്ധമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന രീതിയിൽ ലളിതമായി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിൽ കുറച്ച് ദീർഘമായ വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനത്തിന്റെ ആമുഖമായി അദ്ദേഹം പറയുന്ന കാര്യം, ഭാരതത്തിലെ ദാർശനിക ചിന്തയ്ക്കും ലോകത്തിലെ ദാർശനിക ചിന്തയ്ക്കും നാരായണ ഗുരു നൽകിയ തനതായ ഒരു സംഭാവനയാണ് ഈ കൃതി. നാരായണ ഗുരുവിന്റെ വ്യക്തിമുദ്രയുള്ള ഒരു സംഭാവന. അറിവിനെ സംബന്ധിച്ച് ഇത്ര ആഴത്തിലും പരപ്പിലുമുള്ള ഒരു പഠനം ലോകത്തിലുള്ള ഒരു ദാർശനിക ചിന്താ സമ്പ്രദായത്തിലും ഇതപര്യന്തം ഉണ്ടായിട്ടുള്ളതായി കാണുന്നില്ല. സമഗ്രമായ സത്യദർശനത്തിന്റെ മിഴിവ് ഇതിലെ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. നാരായണ ഗുരുവിനെ അതേസമയം അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നാരായണ ഗുരുവിനെ ഒരു മഹാവിപ്ലവകാരിയായി മനസ്സിലാക്കുകയും അത്തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നവർ ഗുരു ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ചിന്താവിപ്ലവം കണ്ടിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ സൂക്ഷ്മത ഭാഷയുടെ ലാളിത്യത്തിന് വഴങ്ങിത്തരുന്നതല്ല. അതുകൊണ്ട് ഒറ്റയിരിപ്പിന് ഇത് വായിച്ചു തീർക്കരുത്. ഓരോ പദ്യവും അതിൻ്റെ വ്യാഖ്യാനവും പലയാവർത്തി വായിച്ച് ധ്യാന വിഷയമാക്കുക. ഒരു ശ്ലോകത്തിൽ പറയുന്നത് വ്യക്തമായി കിട്ടി
എന്ന് തീർച്ച വന്നതിനു ശേഷം അടുത്തതിലേക്ക് പോവുക. അതായത് മറ്റൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഈ കൃതി പഠിക്കുന്നതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആത്മോപദേശ ശതകം ലളിത വ്യാഖ്യാനം നന്നായി പഠിച്ചിരിക്കുന്നത് വളരെ ഉപകരിക്കും. കാരണം ആത്മോപദേശ ശതകത്തിലെ 100 ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടതിനെ ചുരുക്കി അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് 555 സൂത്രങ്ങളിലൂടെ ബാദരായണൻ അവതരിപ്പിച്ചിരിക്കുന്ന ബ്രഹ്മതത്വം, ബ്രഹ്മസൂത്രങ്ങൾ 555 സൂത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടതിനെ 24 സൂത്രങ്ങളിലൂടെ ശ്രീനാരായണ ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം അതിനകത്തെ ഈ വാദിക്കാനും ജയിക്കാനും അല്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷങ്ങളെ നിഷേധിക്കുന്ന വാദഭാഗങ്ങൾ ഒഴിച്ചാൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ അതല്ലെങ്കിൽ ബ്രഹ്മവിദ്യയുടെ അടിസ്ഥാനത്തെ ഈ 555 സൂത്രങ്ങളിലൂടെ വിപുലമായി പറയപ്പെട്ട സൂത്രങ്ങളാണ്. ആ സൂത്രത്തെ വീണ്ടും ചുരുക്കി 24 സൂത്രങ്ങളിലൂടെ ഗുരു അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആത്മോപദേശ ശതകത്തിൽ 100 പദ്യങ്ങളിലൂടെ പറഞ്ഞ കാര്യത്തെയാണ് അതിന്റെ സൂക്ഷ്മതയിൽ, ആഴത്തിൽ, അഗാധതയിൽ ഈ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതായ 60 കൃതിയിലൂടെ ഗുരു അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു സാധാരണ പഠിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ആത്മോപദേശ ശതകത്തിന്റെ വ്യാഖ്യാനം വായിച്ചിരിക്കണം. അതായത് ഞാൻ ആ കൃതി, അതായത് മുനിനാരായണ പ്രസാദ് സ്വാമികളുടെ ഈ ലളിത വ്യാഖ്യാനത്തിന്റെ ആമുഖത്തില് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതിന്റെ ആമുഖത്തില് അദ്ദേഹം ആ കൃതിയുടെ ഒരു ഘടനയെക്കുറിച്ച് വളരെ മനോഹരമായി, നമുക്ക് വളരെ സുഖകരമായി മനസ്സിലാക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഗുരു ഈ ആത്മോപദേശ ശതകത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഏത് തരത്തിലാണ് അതിനകത്ത് തത്വങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഏതൊരു പഠിതാവിനും സഹായകമാകുന്ന തരത്തിലെ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആർക്ക് വേണ്ടി അത് എഴുതപ്പെട്ടതെന്ന്, അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ആ ആത്മോപദേശ ശതകത്തെ നാം പരിചയപ്പെട്ടിരിക്കുന്നത് ഈ കൃതി പഠിക്കുന്നതിന് സഹായകമാകും. വിശേഷിച്ചും ലളിത വ്യാഖ്യാനം, ലളിത വ്യാഖ്യാനത്തെ എഴുതാനുള്ള ഒരു കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇതിലെ ഓരോ വാക്കും ഒന്നുകൂടി പറയാം. ഇതിലെ ഓരോ വാക്കും, അതായത് അറിവിനെ കുറിച്ചാണ് പറയുന്നത്, ഇതിലെ ഓരോ വാക്കും തിരഞ്ഞെടുക്കുന്നതിൽ ഗുരു എത്രമാത്രം നിഷ്കർഷത പുലർത്തിയിരിക്കുന്നു എന്നതിന് 15 പദ്യങ്ങളുള്ള ഇതിലെ ഓരോ പദ്യത്തിന്റെ ആദ്യ പദം നോക്കിയാൽ മതി. അറിവ് എന്ന വാക്കുകൊണ്ടാണ് ഇതിലെ 60 വരികളും ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എത്ര തന്നെ സജ്ജരാകണമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു നിരീക്ഷണത്തെ ചുരുക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒരറിവാണ് വിശ്വത്തെ ഭരിക്കുന്നത്. അറിവാണ് വിശ്വമായി രൂപം പകർന്നിരിക്കുന്ന പരമസത്യം. ആ അറിവ് തന്നെയാണ് നാരായണ ഗുരുവിനെ പോലെയുള്ള മഹാപുരുഷന്മാരുടെ മേധയായി തീർന്നിട്ട് മനുഷ്യജീവിതത്തിൽ വിപ്ലവത്തിന്റെ വിത്തിടുന്നത്. അറിവിന്റെ ആഴത്തിൽ നടക്കുന്ന വിപ്ലവം പ്രതിഫലിച്ചു കാണുന്നത് മാത്രമാണ് സമൂഹത്തിൽ നിഴലിക്കുന്നത്. അങ്ങനെ പ്രകടമായി തീരുന്ന വിപ്ലവത്തെ എല്ലാവരും ശ്രദ്ധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, 2ാം ലോക മഹായുദ്ധം വരുന്നതിന് മുമ്പേ, ഒരു 3 വർഷം മുമ്പേ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ലോകമഹായുദ്ധം വരുന്നു. കാരണം മനുഷ്യ മനസ്സിലാണ് ആദ്യമേ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പം മനുഷ്യ മനസ്സിനെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള അദ്ദേഹം പറയുന്നു ഒരു ലോകമഹായുദ്ധ വിധാ സമാഗതമായിരിക്കുന്നു എന്ന് പറയും പോലെ നമ്മൾ ബാഹ്യമായി കാണുന്നത് നിഴല് മാത്രമാണ്. യഥാർത്ഥത്തിൽ സൂക്ഷ്മതലത്തിൽ അഥവാ കാരണതലത്തിലാണ് ഇതിന്റെ തത്വത്തിന്റെ ഹൃദയം ഇരിക്കുന്നത്. അതാ അദ്ദേഹം പറയുന്നു. അങ്ങനെ പ്രകടമായി തീരുന്ന വിപ്ലവത്തെ എല്ലാവരും ശ്രദ്ധിക്കും. എന്നാൽ അത് ഏതൊരു വിപ്ലവത്തിന്റെ നിഴൽ മാത്രമാണോ, ആ മൂലവിപ്ലവമാണ് അറിവിന്റെ ആഴത്തിൽ നടക്കുന്നത്. അത് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് നാരായണ ഗുരുവിനെ ശരിയായി അറിയാറാവുക. ബാലകൃഷ്ണ സാറിന്റെ ഒരു നിരീക്ഷണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബാലകൃഷ്ണ സാർ പറയുന്നത്, അദ്വൈത വേദാന്ത ശാസ്ത്രം പഠിച്ചനുഭവപ്പെടുത്താൻ യത്നിച്ചിട്ടില്ലാത്തവർക്ക് ഈ കൃതി അതീവ ദുഷ്കരമാണ്. അദ്വൈതിയുടെ ഗൂഢാനുഭവ രസം ഇതിലെ ഓരോ പദ്യത്തിലും ഊറി നിൽക്കുന്നു. ഗുരുദേവന്റെ അദ്വൈതാനുഭൂതിയുടെ ആഴവും ഈ കൃതി വിളിച്ചറിയിക്കുന്നു. ടി ഭാസ്കരൻ സാറിന്റെ വ്യാഖ്യാനം വളരെ
ചുരുങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കൃതികളുടെ ആകെ വ്യാഖ്യാനം അന്വയാനുസാരിയായി പറയുന്നു. വളരെ എന്നുവെച്ചാൽ വളരെ ഹ്രസ്വമായി എഴുതപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്. എല്ലാ കൃതികൾക്കും ഉണ്ട് എങ്കിലും വളരെ ചുരുക്കം വാക്കുകൾ എഴുതപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് ടി ഭാസ്കരൻ സാറിന്റെ. പക്ഷെ അതിന്റെ ഒരു തനിമയെന്ന് പറയുന്നത് ഈ ഒരു ദ്രാവിഡ സംസ്കൃതിയിൽ നിന്നും ഊർജം കൊണ്ട ഗുരു ഏതെല്ലാം മേഖലകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ദർശനത്തിന് രൂപം കൊടുത്തത്, അതിന്റെ ദ്രാവിഡ പാരമ്പര്യം ഏതൊക്കെയാണ്, വിശേഷിച്ചും ശൈവ സിദ്ധാന്തവും അതാണ് സിദ്ധ പാരമ്പര്യവും, അങ്ങനെയുള്ളതിനെ ഊന്നൽ കൊടുക്കുകയും അതിനെ തന്റെ കൃതികളിൽ കൃത്യമായി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ ഒരു തനിമ. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഈ കൃതിയെക്കുറിച്ച് പറയുന്നത്, ആദ്യ വായനയിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും അന്വയാനുസാരമായി സാരം ഗ്രഹിക്കാൻ പ്രയാസമുണ്ട്. അതേപോലെ തന്നെ പ്രജ്ഞാനമാനന്ദം ബ്രഹ്മ എന്ന മഹാവാക്യത്തിന് പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമാണത്രേ സ്വാമികളുടേത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം സ്വകൃതികളിൽ അറിവ് എന്ന പദം ബ്രഹ്മത്തെക്കാൾ പ്രചുരമായി പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് ബ്രഹ്മശബ്ദത്തെക്കാൾ അറിവെന്ന ശബ്ദത്തിനാണ് അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ഗുരു നമ്മൾ ഈ ബ്രഹ്മസൂത്രത്തെ കുറിച്ച് പറയുമ്പോൾ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നാണ് ഈ ബ്രഹ്മസൂത്രത്തിന്റെ ആദ്യ സൂത്രം വരുന്നത്. അതഹ ബ്രഹ്മജിജ്ഞാസ എന്നാണ്. അതേസമയം ആത്മശബ്ദം കൊണ്ടാണ് അത ആത്മജിജ്ഞാസു എന്ന് തുടങ്ങുന്നതാണ് ഗുരുവിന്റെ വേദാന്ത സൂത്രം. അപ്പം ബ്രഹ്മസൂത്രം ബ്രഹ്മജിജ്ഞാസ കൊണ്ട് ആരംഭിക്കുന്നു, ആത്മശബ്ദം കൊണ്ട് ആരംഭിക്കുന്നു ഗുരു. അപ്പോൾ ആ സൂത്രത്തിന്റെ നിലപാടിലുള്ള അല്ലെങ്കിൽ അതിന്റെ സമീപനത്തിലുള്ള കൃത്യമായ വ്യതിയാനം ഇവിടെ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അറിവും ആനന്ദവും ഈ രണ്ട് തലങ്ങൾക്കാണ് ഗുരു ഊന്നൽ കൊടുത്തിട്ടുള്ളത് എന്നത്. അദ്വൈതത്തിന്റെ എന്താ പറയുന്നത്, ആ വിപുലമായ മേഖലയിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ആ മേഖലയിൽ അറിവ് എന്ന സങ്കല്പത്തിനും ജ്ഞാനം എന്ന സങ്കല്പത്തിനും ആനന്ദം എന്ന സങ്കല്പത്തിനുമാണ് ഏറ്റവും അധികം ഊന്നൽ സ്വകൃതികളിൽ അല്ലെങ്കിൽ സ്വന്തം ദർശനത്തിൽ ഗുരു കൊടുത്തിരിക്കുന്നത് എന്ന നിരീക്ഷണം ഭാസ്കരൻ സാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അറിവ് എന്ന കൃതി തന്നെ, അറിവ് എന്ന് തന്റെ കൃതിക്ക് പേര് നൽകുന്നതെന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. നടരാജഗുരു ഇതിനെക്കുറിച്ച് പറയുന്നത്, നടരാജഗുരു ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ എപ്പിസ്റ്റമോളജി ഓഫ് നോസിസ് എന്നാണ്. അദ്ദേഹം പറയുന്നത് എ മാസ്റ്റർ പീസ് ഓഫ് കണ്ടംപ്ലേറ്റീവ് വർക്ക്മാൻഷിപ്പ് അൺറിവൽഡ് ഇൻ ലിറ്ററേച്ചർ എനിവെയർ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഞാനിത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാൻ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്യമിക്കുന്ന ഈ കൃതിയുടെ ഒരു, അതായത് ഇതിന്റെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനം രചിച്ചിട്ടുള്ളതായ വ്യാഖ്യാതാക്കളുടെ ഈ ഒരു നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കുന്നത് ഇത് വളരെ ഗഹനതയാർന്ന ഒരു കൃതിയാണെന്നും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണെന്നും പഠിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ നിതാന്ത ഏകാഗ്രതയോട് വർത്തിക്കണമെന്നും ഉള്ള ഒരു സൂചന എല്ലാ വ്യാഖ്യാതാക്കളും ഇതിന് മനസ്സിലാക്കി തരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ കേൾവിയിൽ ആദ്യ ശ്രവണത്തിൽ ലളിതമായി തോന്നുമെങ്കിലും നമുക്ക് ആ കൃതികളിൽ അന്തർഹിതമായിരിക്കുന്ന ഒരു ദുരവഗാഹതയുണ്ട് എന്ന പറഞ്ഞ സ്വഭാവം നമുക്കിവിടെ പഠനീയമായിരിക്കുന്ന ഈ കൃതിയിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രദ്ധ നമുക്ക് വേണം എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ്. നമുക്കിന്ന് ആദ്യ ശ്ലോകത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. 35 അതായത് ഈ കൃതിയിലേക്ക് വരുമ്പോൾ, കാരണം നമ്മൾ കൃതി ഇപ്പൊ 2 ദിവസം കൊണ്ടേ ആമുഖമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല വ്യാഖ്യാനങ്ങളെ നോക്കിയപ്പോൾ ഈ വ്യാഖ്യാനങ്ങളിലെ വ്യാഖ്യാനങ്ങളുടെ സഹായമില്ലാതെ ഇത് പറയുക സാധ്യമല്ല, നമുക്കറിയാവുന്നതാണ്. അപ്പോ ഈ ഇതിലെ വ്യാഖ്യാനങ്ങളെ നോക്കിയപ്പോൾ അതിപ്പോ ഗുരുനാരായണ പ്രസാദ് സ്വാമികളുടെ ആയാലും നിത്യദിനയുടെ ആയാലും ഭാസ്കർ സാറിന്റെ ആയാലും ഇവയിൽ പൊതുവിലെ ഏറ്റവും ലളിതമായി, കാരണം സാങ്കേതികത കുറച്ച് വരുന്ന കൃതിയാണിത്, അപ്പൊ ഏറ്റവും ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നത് ബാലകൃഷ്ണ സാറാണ്. സാറിൻ്റെതായ ഒരു തനത് ശൈലിയിൽ എങ്ങനെ സങ്കീർണമായതിനെ ഒന്നിനെ
ലളിതമായി അവതരിപ്പിക്കാൻ കഴിയും എന്നതിന് എന്നൊരു നിദർശനം പോലെയാണ് ബാലകൃഷ്ണ സാറിൻ്റെ ഈ വ്യാഖ്യാനം എനിക്ക് തോന്നിയത്. മറ്റു വ്യാഖ്യാനങ്ങൾ ഇപ്പം ജതിയൊക്കെ വളരെ മനനം എന്ന് പറയുമ്പോൾ അതിന്മേൽ അടുത്ത വ്യാഖ്യാനം ഉണ്ടാവണം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം നാരായണ പ്രസാദ് സ്വാമികൾ അതിനെ പിന്തുടർന്ന് മറ്റൊരു വ്യാഖ്യാനം എഴുതിയത്. ആ രീതിയിലാണ്. പക്ഷേ ഇദ്ദേഹം കൃത്യമായും ചില സാങ്കേതിക പദങ്ങളിലേക്ക് ഇതിനകത്ത് അന്തർഹിതമായിരിക്കുന്നതായ തത്വങ്ങളെ രൂപപ്പെടുത്തിയിട്ട് അതിനനുസൃതമായി വ്യാഖ്യാനിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യാഖ്യാനത്തെ പിൻപറ്റി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാന്ദർഭികമായിട്ട് അത് മറ്റ് വ്യാഖ്യാനങ്ങളെയും നമുക്ക് സൂചിപ്പിച്ചു പോകാം എന്നാണ് തോന്നുന്നത്. വ്യാഖ്യാനത്തിന് സഹായമില്ലാതെ ഇത് പറയുക സാധ്യമേ അല്ല. അപ്പോ നമ്മളുടെ ആദ്യത്തെ ശ്ലോകം വരുന്നത് ഗീതിവൃത്തത്തിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നു. അറിയപ്പെടുന്നത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവിതിൽ ഒന്നായത് കൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവിതിൽ ഒന്നായത് കൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. അതായത് അറിയപ്പെടും, മലയാളം നമ്മൾ സംസ്കൃതത്തിൽ അന്വയം പറയുന്നത് പോലെ ഒരു പക്ഷേ ഇതിനകത്തെ വാക്കുകളുടെ സംഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ചുരുക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പിരിച്ചു പറയേണ്ടി വരുന്നു എന്ന് തോന്നുന്നു. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട് അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട് അറിവിതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങും ഇല്ല വേറൊന്നും. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങും ഇല്ല വേറൊന്നും. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവിതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ബാലകൃഷ്ണ സാർ സൂചിപ്പിക്കുന്നുണ്ട്, അറിവ് എന്ന അദ്വൈത വസ്തുവല്ലാതെ പ്രപഞ്ചത്തിൽ രണ്ടാമതൊന്നില്ല എന്നാണ് ഒന്നാം പദ്യത്തിൽ തന്നെ ഗുരുദേവൻ പ്രഖ്യാപിക്കുന്നത്. അതായത് തിരഞ്ഞിടും നേരം അന്വേഷിക്കുമ്പോൾ, സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോൾ, തിരഞ്ഞിടും നേരം തിരഞ്ഞിടുന്നതായ സമയത്ത്, എന്തിനെ തിരഞ്ഞിടുമ്പോൾ? അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോൾ. ഞാൻ ബാലകൃഷ്ണ സാറിനെ കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതനുസാരമായിട്ടാണ് പറയുന്നത്. തിരഞ്ഞിടും നേരം, തിരഞ്ഞിടുന്നതായ സമയത്ത്. എന്തിനെ തിരഞ്ഞിടുമ്പോൾ എന്ന് പറയുന്നു? അതായത് അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോൾ. രണ്ട് തരത്തിലാണ് നമുക്ക് ഈ ലോകത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. ഒന്ന് അറിയുന്നതായ ഞാൻ, മറ്റൊന്ന് അറിയപ്പെടുന്നതായ പ്രപഞ്ചം. അതാണ് അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ, ജ്ഞാതാവും ജ്ഞേയവും എന്ന രണ്ട് തരത്തിൽ. അവിടെ അറിവ് എന്നതിനെ നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് പറയും. പക്ഷേ തുടക്കത്തിൽ അങ്ങനെയാണ്. അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോൾ എന്നർത്ഥം. അതായത് അദ്വൈതം നമ്മൾ ഈ സ്ഥിതസ്യ ഗതിർ ചിന്തനീയ എന്ന് പറയും. വർത്തമാനത്തിൽ നിന്നുമാണ്, വർത്തമാന ദശയിൽ നിന്നുമാണ് നമ്മൾ ചിന്ത ആരംഭിക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഉദാഹരണത്തിന് ശങ്കര ഭഗവത്പാദര് അദ്വൈതിയാണ്,
ബ്രഹ്മത്തിന്റെ അദ്വൈതാത്മകതയാണ് സ്ഥാപിക്കേണ്ടത്. അദ്ദേഹം തൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യങ്ങൾക്ക് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ തുടക്കം തൊട്ട് പറയുന്ന ഈ ദ്വന്ദ്വാത്മകതയാണ്. ഇവിടുത്തെ നോക്കൂ, തിരഞ്ഞിടും നേരം അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ എന്ന് വെച്ചാൽ അതാണ് നമുക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അറിയുന്ന ഞാനും അറിയപ്പെടുന്നതായ ഈ ലോകവും. അപ്പൊ അതേപോലെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ അദ്വൈതം ഇപ്പൊ ദ്വൈതമാണ് നമുക്ക് വർത്തമാനത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം എന്താണ്? സത്യം എന്ന് പറയുന്നത് അദ്വൈതാനുസാരിയായി പറഞ്ഞാൽ അദ്വൈതമാണ്. അത് ഭേദരഹിതമായിരിക്കുന്നതാണ്. ഭേദമാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുത്വം അഥവാ അനേകത്വം അഥവാ ദ്വൈതമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യം അദ്വൈതാത്മകമാണ്. അപ്പോ ഈ ലോകത്തെ സർവ്വദർശനങ്ങളും ആധ്യാത്മിക ദർശനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദർശനങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ അനുഭവവും യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് സർവദർശനങ്ങളുടെയും അടിസ്ഥാന പ്രശ്നമായിട്ട് അവരെടുത്തിട്ടുള്ളത്. സത്യം മറ്റൊന്ന്, അനുഭവപ്പെടുന്നത് മറ്റൊന്ന്. അപ്പൊ സത്യം നമ്മുടെ അനുഭവത്തിൽ വരുന്നില്ല. ഈ പൊരുത്തക്കേട് എങ്ങനെയാണ്? അദ്വൈതിയോട് ചോദിച്ചാൽ അത് മായയാന്ന് പറയും. അതിൻ്റെ നാനാതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ്, വിശദീകരണങ്ങളാണ് വിവിധ ദർശനങ്ങളായി ലോകത്ത് കാണുന്നത്. അപ്പോ ഇവിടെയും ഈ ദ്വന്ദ്വാത്മകതയെ കൊണ്ടുവരുന്നു. ഇപ്പം ഞാൻ ബ്രഹ്മസൂത്രത്തെ പറഞ്ഞപ്പോൾ ബ്രഹ്മസൂത്രം അദ്ദേഹം തുടക്കുന്നതാണ് യുഷ്മതസ്മത് പ്രത്യേകോചരയോർ വിഷയവിഷയനോ തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോർ ഇതരേതര ഭാവാനുഭവത്തോ സിദ്ധായാം എന്ന് തുടങ്ങി ഭാഷ്യം. അങ്ങനെ യുഷ്മത് അസ്മത് ഈ ദ്വന്ദ്വാത്മകതയെയാണ് ഞാനെന്ന ഭാവവും നീ എന്ന ഭാവവും, ഞാനും എന്നിൽ നിന്ന് ഭിന്നമായത്. ഈ ദ്വന്ദ്വാത്മകതയിലാണ് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ. അദ്വൈതത്തിലേക്കുള്ള പ്രയാണത്തിലെ അല്ലെങ്കിൽ സംസ്ഥാപനത്തിന് മുന്നോടിയായി വർത്തമാന ദശയിൽ അനുഭവപ്പെട്ടിരിക്കുന്ന ദ്വന്ദ്വാത്മകതയെ പരിചിന്തനം ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടാണ് ആചാര്യപാദർ തൻ്റെ കൃതി ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുകയാണ്, സത്യാനൃതയെ മിഥുനീകൃത്യ അഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യവഹാരം. സത്യാനൃതങ്ങളെ മിഥുനീകരിച്ചിട്ടാണ് അഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യവഹാരം. അഹമിതം ഞാനെന്നും എൻ്റേതെന്നുമുള്ള നൈസർഗികമായിരിക്കുന്ന എന്ന് തുടങ്ങിയെന്ന് പറയാൻ പറ്റാത്തതായ അനാദിയായിരിക്കുന്ന ഈ ലോകവ്യവഹാരം, ഈ ദ്വന്ദ്വാത്മകതയുടെ അപ്പൊ സത്യത്തിൻ്റെയും അനൃതത്തിൻ്റെയും സത്യാസത്യങ്ങളുടെ മിഥുനീഭാവമാണ്, കൂടിച്ചേരലാണ്. ആ കൂടിച്ചേരലിന്റെ ഫലമായിട്ടാണ് ഈ ലോകവ്യവഹാരം നടക്കുന്നത്. അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയും കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഗുരു ഈ ബ്രഹ്മത്തിന്റെ അഥവാ അറിവിന്റെ അദ്വൈതാത്മകതയെ പ്രകാശിപ്പിക്കുന്നതിനായിക്കൊണ്ട് അറിവ് എങ്ങനെയാണ് നമ്മളുടെ വ്യാവഹാരിക ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥിതിയിൽ അറിവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹം ആ വ്യാവഹാരിക ജീവിതത്തിന്റെ വർത്തമാന ജീവിതത്തിന്റെ ആനുഭവികതയിൽ നിന്നുമാണ് ചർച്ച തുടങ്ങുന്നത്, ചിന്ത തുടങ്ങുന്നത്. അതുകൊണ്ട് ഗുരു പറയുന്നു, തിരഞ്ഞിടും നേരം, അതായത് എന്തിനെ തിരഞ്ഞിടും നേരം? അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ. ഇതാണല്ലോ നമ്മുടെ അനുഭവം. എൻ്റെ അറിവ്, എന്നാൽ അറിയപ്പെടുന്ന ഈ പദാർത്ഥങ്ങൾ. അപ്പോ അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോൾ, അതിൻ്റെ തത്വം എന്താണെന്ന്, അതിൻ്റെ യാഥാത്മ്യം എന്താണെന്ന് വിചാരം ചെയ്തറിയുമ്പോൾ പറയുന്നു, അറിയപ്പെടുന്നതായ ഇത്, അതായത് അറിവിന് വിഷയീഭവിക്കുന്നതായ ഈ പ്രപഞ്ചം, അറിയപ്പെടുന്നതായ ഈ പ്രപഞ്ചം നമ്മുടെ അറിവിന് ഘടപടാതി രൂപത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത നാനാത്മകതയെയും സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, നാനാപ്രകാരത്തിൽ അറിയപ്പെടുന്ന, അറിവിന് വിഷയീഭവിക്കുന്നതായ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടുന്നതായ ഈ പ്രപഞ്ചം. അല്ലെങ്കിൽ നമ്മളുടെ യതിയെക്കുറിച്ച് ഞാൻ അടുത്ത ഇതിനെ സംസാരിച്ചിട്ട് യതിയുടെ ഒരു വ്യാഖ്യാനത്തിന്മേലുള്ള ഒരു നിരീക്ഷണം കൂടി പറയാം. അപ്പോൾ ഇത് ഇപ്പം ബാലകൃഷ്ണ സാറിൻ്റെ
ചിന്താധാരയെ പിൻപറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അറിയപ്പെടും ഇത്. അപ്പൊ തിരഞ്ഞിടും നേരം, അതായത് അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ ഈ ദ്വന്ദ്വാത്മകമായിരിക്കുന്ന ഇതിന്റെ പരമരഹസ്യത്തെ, അടിസ്ഥാന തത്വത്തെ വിചാരം ചെയ്തറിയുമ്പോൾ, നിരീക്ഷണം ചെയ്തറിയുമ്പോൾ, പരിചിന്തനം ചെയ്യുമ്പോൾ അറിയപ്പെടും ഇത്, അറിയപ്പെടുന്നതായ ഇത്, നമ്മുടെ അറിവിന് വിഷയീഭവിക്കുന്നതായ, നമ്മിൽ നിന്ന് അന്യമായി നാം അനുഭവിക്കുന്നതായ, അറിയുന്നതായ എന്നർത്ഥം. അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ നാമരൂപാത്മകമായിരിക്കുന്നതായ ഈ പ്രപഞ്ചം അറിവായിടും, ബോധസ്വരൂപമായ അറിവ് തന്നെയാണെന്ന് തെളിയും. അത് ബോധസ്വരൂപമായ അറിവ് തന്നെയാണെന്ന് തെളിയും. അപ്പോ അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ, ഇത് രണ്ടുമാണ് ലോകത്തുള്ളത്. അത് അദ്ദേഹം പറയും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബോധം പിന്നെ ജഡം, ഇങ്ങനെ ഒരു ദ്വന്ദ്വാത്മകതയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ബോധം, മറ്റൊന്ന് ജഡം. ഇങ്ങനെയാണ് ലോകത്ത് അനുഭവപ്പെടുന്നത്. അപ്പോ ഈ ബോധവും ജഡവും ഇതിന്റെ പിന്നിലുള്ള തത്വം എന്താണ്, ഇങ്ങനെ ദ്വന്ദ്വാത്മകമായി അറിയപ്പെടുന്നത് എന്താണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ, അതായത് ജഡപദാർത്ഥങ്ങളും ബോധവും അത് ഇങ്ങനെ രണ്ടായിട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുമ്പോൾ, വിചാരം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? അറിയപ്പെടും ഇത്, അറിയപ്പെടുന്നതായ ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ ജഡാത്മകമായി ഘടപടാതി രൂപത്തിൽ അറിയപ്പെടുന്നതായ ഈ പ്രപഞ്ചം അറിവായിടും, അറിവ് തന്നെയായിടും. സൂക്ഷ്മ നിരീക്ഷണത്തിൽ, സൂക്ഷ്മാനുഭവത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ വിചിന്തനത്തിൽ ബോധസ്വരൂപമായ അറിവ് തന്നെയാണെന്ന് മനസ്സിലാക്കും. വേറല്ല, വേറല്ല എന്ന് അസർട്ടീവായിട്ട് പറയുകയാണ്. ഒരിക്കലും അതിൽ നിന്ന് ഭിന്നമല്ല. അപ്പോ അറിവും അറിയപ്പെടുന്ന പദാർത്ഥവും ഇതിന്റെ പരമരഹസ്യത്തെ ആരായുമ്പോൾ അറിയപ്പെടുന്നതായ ഘടപടാത്മകമായി, ബാഹ്യമായി, തന്നിൽ നിന്ന് ഭിന്നമായി അറിയപ്പെടുന്നതായ ഈ പ്രപഞ്ചം അറിവായിടും, ബോധസ്വരൂപമായ അറിവ് തന്നെയാണെന്ന് തെളിയും. വേറല്ല, വേറല്ല എന്ന് വെച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് ഭിന്നമല്ല, വ്യത്യസ്തമാകാനേ സാധ്യതയില്ല, വ്യത്യസ്തമാകാനേ തരമില്ല. പിന്നെയോ ഇതിൽ, ഈ പ്രപഞ്ചാനുഭവത്തിൽ, അതായത് ഈ നമ്മളുടെ ഈ പ്രപഞ്ചാനുഭവത്തിൽ അറിവ്, അറിവായിരിക്കുന്ന ബോധം ഒന്നായതുകൊണ്ട് അതിനെ നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരിക്കലും ഒരിടത്തും മാറ്റമില്ലാതെ കാണപ്പെടുന്നത് കൊണ്ട്, അതായത് ഈ പ്രപഞ്ചം മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്, ഇഷ്ടനഷ്ട സ്വഭാവത്തോടു കൂടിയിരിക്കുന്നതാണ്, ക്ഷണഭങ്കുരമാണ്. അപ്പൊ ക്ഷണഭങ്കുരമായിരിക്കുന്ന, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവങ്ങൾ മുഴുവൻ എന്താണ്? പ്രപഞ്ചാനുഭവങ്ങളിലുടനീളം അറിവ് ഒന്നായതുകൊണ്ട്, മാറ്റമറ്റ് നിലകൊള്ളുന്ന അറിവ് ഒന്നായതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചാനുഭവങ്ങളിൽ മുഴുവൻ മാറ്റമറ്റ് അറിവ് നിലകൊള്ളുന്നത് കൊണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവങ്ങളിൽ അന്തസാരമായി ബോധം അഥവാ അറിവ് മാറ്റമറ്റ് നിലകൊള്ളുന്നത് കൊണ്ട്, ഒന്നായിരിക്കുന്നത് കൊണ്ട്, അതാണ് ഒന്നായതുകൊണ്ട്, അറിവ് ബോധം ഒന്നായതുകൊണ്ട്, ഒരിക്കലും ഒരിടത്തും മാറ്റമില്ലാതെ കാണപ്പെടുന്നത് കൊണ്ട് എന്ത് നിർണയിക്കാം? എങ്ങും എവിടെയും ഏതൊരു സ്ഥലത്തും അറിവല്ലാതെ, അതായത് വസ്തുവായി ബോധമല്ലാതെ, വാസ്തവമായി വസ്തുവായി യാഥാത്മ്യമായി ബോധമല്ലാതെ വേറൊന്നുമില്ല, മറ്റൊന്നുമില്ല എന്ന് കാണേണ്ടതാണ്. ഇങ്ങനെയാണ് വാച്യാർത്ഥമായിട്ട് അതിനെ പറയുന്നത്. അപ്പോ തിരഞ്ഞിടുന്ന നേരം, അതായത് അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോൾ അറിയപ്പെടുന്നതായ ഇത്, അറിവിൽ നിന്ന് വ്യത്യസ്തമായി നാം അറിയപ്പെടുന്ന ഘടപടാതി രൂപത്തിൽ, ഈ പ്രപഞ്ചാനുഭവം എന്ന രൂപത്തിൽ അനുഭവപ്പെടുന്നതായ ഇത് മുഴുവൻ അറിവായിടും. അതാണ് ആഴമേറിയ പരിചിന്തനത്തിൽ, ധ്യാനത്തിങ്കൽ അറിവായിടും, ബോധസ്വരൂപമായ അറിവ് തന്നെയാണെന്ന് തെളിയും, ബോധ്യപ്പെടും. വേറല്ല, ഒരിക്കലും ആ അറിവിൽ നിന്ന് ഭിന്നമായി നിലകൊള്ളുവാൻ അതിന് കഴിയുകയേയില്ല.
ഇതിൽ ഈ പ്രപഞ്ചാനുഭവത്തിൽ ഇതിൽ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചാനുഭവത്തിൽ അറിവ് ബോധം ഈ പ്രപഞ്ചാനുഭവത്തിൽ ബോധം എങ്ങനെ നൈരന്തര്യേണ വർത്തിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ ഈ പ്രപഞ്ചാനുഭവത്തിൽ അറിവ് ബോധം ഒന്നായതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരിടത്തും മാറ്റമില്ലാതെ കാണപ്പെടുന്നത്. അതായത് പ്രപഞ്ചാനുഭവം മാറിക്കൊണ്ടേയിരിക്കുന്നു, അറിവ് മാറ്റമില്ലാതെ ആ പ്രപഞ്ചാനുഭവത്തിലൂടെ എന്താണ് ആ പ്രപഞ്ചാനുഭവത്തിലൂടെ മാറ്റമില്ലാതെ നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് എങ്ങും എവിടെയും അറിവല്ലാതെ വസ്തുവായി വാസ്തവമായി അടിസ്ഥാനമായി എന്താണ് ബോധമല്ലാതെ വേറൊന്നുമില്ല, മറ്റൊന്നും ഇല്ലെന്ന് കാണേണ്ടതാണ്. ബോധമല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് കാണേണ്ടതാണ്. സ്ഥിരമായി നിൽക്കുന്നത് അറിവ് മാത്രമാണ്, അസ്ഥിരമായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചാനുഭവം. അപ്പോ ബോധവും പ്രപഞ്ചാനുഭവവും ബോധവും അറിയപ്പെടുന്ന പദാർത്ഥങ്ങളും അവയുടെ അന്തസാരം എന്തെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചാനുഭവങ്ങൾ മുഴുവൻ അവയിൽ ഉടനീളം മാറ്റമില്ലാതെ ബോധം തുടരുന്നത് കൊണ്ട് ബോധമേ സത്യത്തിൽ ഉള്ളൂ എന്ന് നിർണയിക്കാവുന്നതാണ്. അറിയപ്പെടുമിതു വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. അതായത് ഇവിടെ അറിവ് എന്ന അദ്വൈത വസ്തുവല്ലാതെ പ്രപഞ്ചത്തിൽ രണ്ടാമതൊന്നില്ല എന്നാണ് ഈ ഒന്നാം പദ്യം തന്നെ ഗുരുദേവൻ പ്രഖ്യാപിക്കുന്നതെന്ന് ആമുഖമായി ബാലകൃഷ്ണ സാർ പറയുന്നുണ്ട്. അതായത് ഇവിടെ സംഗതമായി വരുന്നത് രണ്ട് ഘടകങ്ങളാണ്. നമ്മളുടെ ഇവിടെ ഈ പരിചിന്തനത്തിൽ സംഗതമായി വരുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് അറിയുന്നതായ ബോധം, രണ്ട് അറിയപ്പെടുന്നതായ ജഡം. ബോധത്തെ നോക്കിയാൽ, ബോധം എന്നതിന് വിചിന്തനം ചെയ്താൽ അല്ലെങ്കിൽ നിരീക്ഷിച്ചാൽ ബോധം മാറ്റമറ്റ് ബോധമായി തന്നെ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാകും. ജഡം എന്നത് ഉണ്ടായി മറഞ്ഞ് നില മാറി മാറി വരുന്നതാണെന്നും മനസ്സിലാകും. അപ്പൊ എന്താണ് ബോധം? ബോധത്തെ ബോധം എന്ന് വെച്ചാൽ ഇവിടെ അറിവിനെ ബോധമെന്ന് പറഞ്ഞിട്ട് ബോധം എന്താണ്, ജഡം എന്താണ് എന്ന് ഇദ്ദേഹം ഇതിനകത്ത് നിർവചിക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ് ബോധം? സ്വന്തം ഉണ്മ അനുഭവിക്കാനും, അതായത് ബാലകൃഷ്ണൻ നായർ സാറിന്റെ രീതിയിൽ, അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എന്താണ് ജഡത്തെയും ബോധത്തെയും നിർവചിച്ചു തരികയാണ്. അപ്പം ബോധവും ജഡവുമാണ്, അറിവും അറിയപ്പെടുന്നതുമാണ്. അപ്പോ എന്താണ് ബോധം, എന്താണ് അറിവ്? ബോധം എന്നത് സ്വന്തം ഉണ്മ അനുഭവിക്കാനും ജഡങ്ങളുടെ ഉണ്മ അനുഭവിക്കാനും കഴിവുള്ള വസ്തുവാണ്. സ്വന്തം ഉണ്മയെ അനുഭവിക്കാൻ കഴിവുള്ളത്, അതേസമയം ജഡങ്ങളുടെ ഉണ്മയെയും അനുഭവിക്കാൻ കഴിവുള്ളതാണെന്ന്. എന്നുവെച്ചാൽ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതെന്നർത്ഥം. സ്വപ്രകാശം ആണല്ലോ, സ്വപ്രകാശാത്മകത അറിയാം നമുക്ക്. അതിനെ ബേസ് ചെയ്ത് തന്നെ വലിയ കൃതികൾ തന്നെ ഉണ്ട്. സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഉപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമുക്കൊരു ഉപനിഷത്ത് മന്ത്രം കടമെടുത്താലേ, നതത്ര സൂര്യോഭാതി നചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി ഉദോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. നതത്ര സൂര്യോഭാതി നചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി ഉദോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ പരമപ്രകാശകമായിരിക്കുന്ന, സ്വപ്രകാശകമായിരിക്കുന്ന അതിൻ്റെ മുന്നിൽ മറ്റൊന്നും, അതിൻ്റെ മുന്നിൽ മറ്റൊന്നും ഭാസിക്കുന്നില്ല. അത് ഈ പ്രപഞ്ചമായിരിക്കുന്ന, അതായത് സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രജാലങ്ങളാകട്ടെ, അഗ്നിയാകട്ടെ, ഇവയൊന്നും അതിൻ്റെ മുന്നിൽ ഭാസിക്കുന്നില്ല. മറിച്ച് സ്വപ്രകാശകമായിരിക്കുന്ന അതിനെ തുടർന്നാണ് ഇവയെല്ലാം ഭാസിക്കുന്നത് എന്ന് പറയുമ്പോൾ, അവിടെ സ്വപ്രകാശമായിട്ട് അവതരിപ്പിക്കുന്നതിനെ തന്നെയാണ് ഗുരു ഇവിടെ ബോധമായിട്ട് അല്ലെങ്കിൽ ജഡമായിട്ട്, ബോധമായിട്ട് അഥവാ അറിവായിട്ട് പറയുന്നത്. അവിടെ പരതപ്രകാശങ്ങളായിരിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികൾ താരാഗണങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നല്ലോ,
അതിനെയാണ് ഇവിടെ ബാലകൃഷ്ണ സാറ് ജഡമെന്ന് പറയുന്നത്. അതാണ് അറിയപ്പെടും എന്ന് പറയുന്നത്. ഉപനിഷത്തിന്റെ ആ ഒരു ദൃഷ്ടിയിൽ പറഞ്ഞ ബോധം സ്വയം ഉണ്ടെന്നറിയുന്നു. ജഡവസ്തുക്കളെ, അതായത് ബോധം സ്വയം ഉണ്ടെന്നും അറിയുന്നു, ജഡവസ്തുക്കളെയും ഉണ്ടെന്നറിയുന്നു. അതാണ് ബോധം. സ്വന്തം ഉണ്മയെയും അറിയുന്നു, അതിനെയോ ജഡവസ്തുക്കളുടെ ഉണ്മയെയും അറിയുന്നു. തന്നിലൂടെ അറിയുന്നു. ജഡവസ്തുക്കൾ സ്വന്തമായ ഉണ്മയില്ലല്ലോ. ഇപ്പൊ എന്താണ് ജഡം? ജഡമെന്നത് സ്വന്തം ഉണ്മ തന്നെ അറിയാൻ കഴിയാത്ത വസ്തുവാണ് ജഡം. സ്വന്തം ഉണ്മയെ തന്നെ അറിയാൻ കഴിയാത്ത വസ്തുവാണ് ജഡം. ഈ പ്രപഞ്ചവും പ്രാപഞ്ചികമായ സകലതും ജഡാത്മകമാണ്. അറിവോ സ്വപ്രകാശകമാണ്, അത് ബോധമാണ്. ഇതാണ് ഈ രണ്ട് തരത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്നതാണ്. അതായത് ബോധം, ഇപ്പം നമ്മൾ അറിവിലൂടെ, ബോധത്തിലൂടെയാണ് ഇതിനെ മുഴുവൻ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ബോധാത്മകമായിട്ട് അറിയുന്നത്. പക്ഷേ ബോധമേ ഉള്ളൂ, ബാക്കിയെല്ലാം ആരോപിക്കപ്പെട്ടതാണ്, വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടതാണ്. ബോധം ഉപേക്ഷിച്ചാൽ ജഡം അതോടെ ശുദ്ധശൂന്യമായി തീരും. ബോധം ജഡത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ജഡം ശൂന്യമായി തീരും. ബോധം അംഗീകരിച്ചാൽ അതുണ്ടാവും. അതാണ് നമ്മളിതേ പറഞ്ഞത്, തസ്യ ഭാസാ സർവം ഇതം വിഭാതി. ബോധം അംഗീകരിച്ചാൽ, ബോധം സ്വീകരിച്ചാൽ, ബോധാനുരോധമായി കഴിഞ്ഞാൽ അതിന് എൻറ്റിറ്റി ഉണ്ടാകും, ജഡത്തിന് എൻറ്റിറ്റി ഉണ്ടാകും. അതായത് ബോധം സ്വയം അംഗീകരിക്കുകയും ചുരുക്കത്തിൽ ബോധം സ്വയം അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കൃത്രിമ ദർശനം മാത്രമാണ് ജഡം. വന്നും പോയി ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ, അതായത് ബോധത്തിൽ നിന്ന് ഭിന്നമായ ഒരു വസ്തുസ്ഥിതി ജഡത്തിനില്ല. ഇക്കാര്യമാണ് ഗുരുദേവൻ ഈ പദ്യത്തിലെ തിരഞ്ഞിടും നേരം ഇത് അറിവായിടും ഇത് വേറല്ല എന്ന് പറഞ്ഞു. തിരഞ്ഞിടും നേരം അറിയപ്പെടുന്നതായ ഇത് അറിവായിടും വേറല്ല എന്ന് പറഞ്ഞു. അതായത് ബോധം ഉപേക്ഷിച്ചാൽ ജഡം അതോടെ, ഇത് ബാലകൃഷ്ണ സാറിന്റെ വ്യാഖ്യാന അനുരോധമായിട്ട് പറയുന്നതാണ്, ബോധം ഉപേക്ഷിച്ചാൽ ജഡം അതോടെ ശുദ്ധശൂന്യമായി തീരും. ബോധം അംഗീകരിച്ചാൽ ജഡം ഉണ്ടാവും, അതിൻ്റെ ഉണ്മയെ നമുക്ക് അറിയാൻ കഴിയും. അതായത് ബോധം സ്വയം അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കൃത്രിമ ദർശനം മാത്രമാണ് ജഡമെന്നത്. ചുരുക്കത്തിൽ ബോധത്തിൽ നിന്ന് ഭിന്നമായ ഒരു വസ്തുസ്ഥിതിയെ ജഡത്തിനില്ല എന്നർത്ഥം. ഈ ഒരു കാര്യത്തെയാണ് പദ്യത്തിൽ തിരഞ്ഞിടും നേരം സൂക്ഷ്മമായി ആണ് ധ്യാനാത്മകമായി നിരീക്ഷിക്കുന്നതായ വേളയിൽ അറിയപ്പെടുന്നതായ ജഡാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം വേറല്ല, അറിവായിടും, അറിവ് തന്നെയായി തീരും, വേറല്ല, അറിവിൽ നിന്ന് ഭിന്നമല്ല എന്ന് ഗുരു സൂചിപ്പിച്ചിരിക്കുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നു. ഇനി അറിവിതിൽ ഒന്നായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ, ബോധമല്ലാതായാൽ അനുഭവം അതോടെ നിലയ്ക്കും. അതുകൊണ്ട് അനുഭവസ്ഥലത്തൊന്നും ബോധത്തിന് മാറ്റം വരാൻ സാധ്യതയേയില്ല. അതായത് അനുഭവം വേണോ ബോധം വേണം. ബോധത്തിന്റെ ബോധസ്വഭാവം പോയി കഴിഞ്ഞാൽ അനുഭവമേ ഇല്ലാതാകും. അതുകൊണ്ട് അനുഭവസ്ഥലത്തൊന്നും ബോധത്തിന് മാറ്റം വരാൻ സാധ്യതയേയില്ല. ബോധം മാറ്റമറ്റ് നിലകൊണ്ടെങ്കിലേ അനുഭവമാകുകയുള്ളൂ. ഈ ഒരു കാര്യമാണ് ഗുരു പറയുന്നത്. അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട്, അതായത് ഇതിൽ എന്ന് വെച്ചാൽ അനുഭവാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, അഥവാ മാറിക്കൊണ്ടിരിക്കുന്നതായ നാനാനാമരൂപാത്മകമായി നാനാരൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തിൽ, ജഡാത്മകതയാർന്ന ഈ പ്രപഞ്ചത്തിൽ അറിവ് അഥവാ ബോധം മാറ്റമറ്റ് നിലകൊള്ളുന്നത് കൊണ്ട് എങ്കിൽ മാത്രമേ ഇത് അനുഭവപ്പെടൂ. അതുകൊണ്ട് അറിവിതിൽ ഒന്നായതുകൊണ്ട്, അറിവ് ഇതിൽ ഒന്നായി തന്നെ ഇരിക്കുന്നു, മാറ്റമറ്റ് നിലകൊള്ളുന്നു. അതുകൊണ്ട് അതിന്റെ റിസൾട്ടായിട്ട് അടുത്ത പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മൂന്നാമത് പറഞ്ഞത് അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. അദ്ദേഹം
അവസാനം പറയുന്നുണ്ട്, ബോധമുണ്ടോ അനുഭവമുണ്ട്, ബോധമില്ലേ അനുഭവമില്ല. ബോധമുണ്ടെങ്കിലേ നമുക്ക് അനുഭവം ഇടപെടാദികളെ അനുഭവിക്കാൻ കഴിയും, ഈ പ്രപഞ്ചാനുഭവം ഉണ്ടാകുകയും. ബോധമില്ലെന്ന് വന്നാൽ അനുഭവാത്മകമായ ലോകമേ ഇല്ല, അനുഭവമേ ഇല്ല. അതുകൊണ്ട് അനുഭവത്തിലെ വസ്തു ബോധം മാത്രം. അനുഭവത്തിൽ യഥാർത്ഥത്തിൽ ഉണ്മയാർന്നത് ബോധം മാത്രമാണ്. ബോധമുണ്ടെങ്കിലേ അനുഭവമുള്ളൂ, ബോധമില്ലെങ്കിൽ അനുഭവമില്ല. അതുകൊണ്ട് അനുഭവത്തിന്റെ ഉണ്മയെന്ന് പറയുന്നത് ബോധമാണ്. അതിനൊരു ദൃഷ്ടാന്തം അദ്ദേഹം പറയുന്നുണ്ട്. സ്വർണമുണ്ടോ? ആഭരണങ്ങളുണ്ട്. സ്വർണമില്ലേ? ആഭരണങ്ങളില്ല. സ്വർണമുണ്ടെങ്കിൽ നമുക്ക് ആഭരണങ്ങളെ ഉണ്ടാക്കാം, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല, ആഭരണങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളിലെ വസ്തു യാഥാത്മ്യമെന്ന് പറയുന്നത് സ്വർണം മാത്രം. ഇക്കാര്യമാണ് ഗുരുദേവൻ ഈ ദൃഷ്ടാന്തത്തിലൂടെ ഏത് കാര്യത്തെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ, അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. ഈ ജഡാത്മകമായ പ്രപഞ്ചത്തിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ അറിവല്ലാതെ മറ്റൊന്നും നിലകൊള്ളുന്നില്ല എന്നാണ് പറയുന്നത്. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവിതിലൊന്നായത് കൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. ഇതിന്റെ സാരമായി അലക്ഷൻ സാറ് പറയുന്നത്, അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോൾ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം ബോധസ്വരൂപമായ അറിവ് തന്നെയാണെന്ന് തെളിയും. അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്നിവയുടെ പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോൾ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം ബോധസ്വരൂപമായ അറിവ് തന്നെയാണെന്ന് തെളിയും. ഒരിക്കലും അതിൽ നിന്ന് ഭിന്നമല്ല. ഈ പ്രപഞ്ചാനുഭവത്തിൽ ബോധം ഒരിക്കലും ഒരിടത്തും മാറ്റമില്ലാതെ കാണപ്പെടുന്നത് കൊണ്ട്, അതായത് അറിവിതിലൊന്നായത് കൊണ്ട്, ഈ പ്രപഞ്ചാനുഭവത്തിൽ ബോധം ഒരിക്കലും ഒരിടത്തും മാറ്റമില്ലാതെ കാണപ്പെടുന്നത് കൊണ്ട് എവിടെയും വസ്തുവായി ബോധമല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് കാണേണ്ടതാണ്. സംശയങ്ങൾക്ക് ഉള്ള സമയമായിട്ട് നമുക്ക് അടുത്ത ഏതാനും നിമിഷങ്ങൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ പ്രധാനമായിട്ടും ഇന്നിപ്പം സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് 3 കാലഘട്ടങ്ങളിലായിട്ടുള്ള ആ നാരായണ സ്വാമികളുടെ എഴുത്തുകളെ പറ്റി അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് കൃതികളെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ 3 തരത്തിലുള്ള, പ്രധാനമായിട്ട് ബാലകൃഷ്ണൻ നായർ സാറ്, പിന്നെ ഭാസ്കരൻ നായർ സാറ്, പിന്നീട് ഗുരുകുലത്തിൽ നിന്നുള്ള നിത്യ ചൈതന്യയേതി, മുനി നാരായണ പ്രസാദ് തുടങ്ങിയവരുടെ വ്യാഖ്യാനങ്ങൾ. ഇതാണ് നമുക്ക് സ്വാമിയുടെ കൃതികളെ പറ്റി. അദ്ദേഹത്തിൻ്റെ അനേകം കൃതികളുണ്ട്. 64 65 കൃതികളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും അനേകം കൃതികളുണ്ട്. അതിൽ നമ്മൾ നമുക്ക് ആത്മോപദേശ ശതകം നമ്മൾ പഠിച്ചിട്ട് വേണ്ടിയിരുന്നു ഇതിലേക്ക് കടക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്. ഒരുപക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആത്മോപദേശ ശതകത്തിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ്. അപ്പം പ്രധാനമായിട്ട് പറയുന്നത്, അറിവും അറിയപ്പെടുന്നതും രണ്ടും രണ്ടല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, ഏകമാണ്. തികഞ്ഞ അദ്വൈതത്തിലേക്കാണ് സ്വാമി ആദ്യത്തെ ശ്ലോകത്തിലൂടെ കൊണ്ടെത്തിക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന ആദ്യത്തെ മഹാവാക്യം, അത് തന്നെയല്ലേ നമ്മുടെ ഈ അറിവിലൂടെ സ്വാമി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് ഈ നമ്മുടെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന മറ്റെല്ലാ സജ്ജനങ്ങളിൽ നിന്നും ഓരോരുത്തരായിട്ട് സംശയങ്ങൾ ചോദിക്കാം. അടുത്ത ഏതാനും നിമിഷത്തേക്ക് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ചേട്ടാ, ഞാൻ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി, ആദ്യം സാറ് പറഞ്ഞ പോലെ ഈ സംസ്കൃതം ഇങ്ങനെ സംസ്കൃതത്തിലുള്ള പദ്യം തിരിച്ചെഴുതുന്ന പോലെ വേണ്ടി വരും തോന്നി. ഇപ്പൊ ആദ്യത്തെ ഇതിൽ തന്നെ അറിയപ്പെടുമിതും വേറല്ല എന്നുള്ളതിന് പകരം അറിയപ്പെടുമിതും അറിവിൽ നിന്നു വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം എന്നാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അല്ലെങ്കിൽ ഇതിപ്പോ അറിയപ്പെടുമിതു വേറല്ല അറിവായിടും എന്ന് വരുമ്പോഴേ അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ സാറിന്റെ പ്രസംഗത്തിൽ നിന്ന് അത് മാറ്റം
എനിക്ക് മനസ്സിലായി. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അറിവിതിൽ ഒന്നായത് കൊണ്ട് അത് അറിവെന്ന് പറയുന്ന ഈ കൂട്ടത്തിൽപ്പെട്ട ഒരെണ്ണമാണ് എന്നുള്ള മട്ടിലാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. അങ്ങനെയല്ല, ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി എന്ന് പറയുന്ന ആ ഒന്ന് ആണ് ഇവിടെ പരാമർശിക്കുന്നതെന്നും ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അതല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ അറിവെന്ന് പറയുന്നതും ഈ ഇല്ല. ജഡത്തിൽപ്പെട്ട ഒരെണ്ണമാണ്, അതുകൊണ്ട് അറിവ്, കാരണം അതും തിരിച്ചറിഞ്ഞ സംഗതിയാണല്ലോ. അങ്ങനെയും ഒരു വ്യാഖ്യാനം ഉണ്ടോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചു. അറിവെന്ന് പറയുന്നതും ജഡത്തിന്റെ വേറൊരു ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ടോ ഈ പറയുന്നതിൽ നിന്ന് ഒരു സംശയം ഉണ്ടായി. സാറിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ സാറ് വളരെ നന്നായി ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്നത് സൂചിപ്പിച്ചത് നന്നായി. കാരണം അത് കൃത്യമായിട്ടും ആ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഒരൊറ്റ വാക്യത്തിന്റെ ആവിഷ്കാരമാണ് ഈ കൃതി മുഴുവൻ. തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു എൻ്റെ പാട്ട്. പിന്നെ മറ്റേത് സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. അത് അങ്ങനെ ഒരു, ഞാനത് ഈ അടുത്ത ക്ലാസ്സിലെ യതിയുടെ ഒരു നിരീക്ഷണം കൂടി ഇതിനകത്ത് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ യതി ഇതിനെ കാണുന്നത് എങ്ങനെയാണ്, ആ രൂപത്തിലൂടെ അവതരിപ്പിക്കാമെന്ന് പറയുന്നു. ശരിയാ സാർ, ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നാശു തന്മതി മറന്ന് വളരെ കൃത്യമായിട്ടും ഇത് പറയുന്നുണ്ട്. ഞാൻ മറ്റ് കൃതികളിലേക്ക്, ഒരുപാട് ഗുരുവിന്റെ കൃതികളിലേക്ക് കടന്നിട്ടില്ല. എന്റെ പരിമിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടും മറ്റ് കൃതികളെ കോട്ട് ചെയ്തിട്ട് വേണം ഇത് അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു സത്യം അത് വളരെ ക്ലിയർ ആണ്. സാറിന് അങ്ങനെ ഈ അറിവ്, അതായത് ബോധം, ജഡം എന്ന രണ്ടെണ്ണം ദ്വന്ദ്വാത്മകമെന്നല്ല, ബോധം എന്നത് സകലതിനെയും ഉൾക്കൊള്ളുന്നതാണ്. അത് കൃത്യമായിട്ടും ഈ പറഞ്ഞ സാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് ഉൾക്കൊള്ളുന്നു. അത് അങ്ങനെ തന്നെയാണ്. ഒന്നായ മാമതിയിൽ എന്ന പറഞ്ഞ ആ ഒന്ന് തന്നെയാണ് ഇവിടെ ബോധമായി വരുന്നത്, അല്ലാതെ നാനാത്മകങ്ങളിലൊന്നായിട്ടല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഇന്നത്തെ പ്രഭാഷണത്തിൽ നിന്ന്, അറിവ് എന്നതുകൊണ്ട് ഗുരു ഉദ്ദേശിച്ചത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബ്രഹ്മൻ എന്നാണെന്ന്. അല്ലാതെ നമ്മൾ കോമൺ യൂസിൽ ഇപ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്ലെങ്കിൽ നോളേജ് എന്നാണല്ലോ. അപ്പൊ അതാണെന്ന് അങ്ങനെയാണ് ഇപ്പൊ ഞാനും മനസ്സിലാക്കിയത്. എനിക്ക് അതൊരു ചോദ്യമായിട്ടല്ല, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അങ്ങനെയല്ലേ? ഇത് കൃത്യമായ നിരീക്ഷണമാണ്. അങ്ങനെ തന്നെയാണ്. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ നമ്മളിപ്പോ ഇവിടെ ഈ അറിവെന്ന് പറയുമ്പോൾ വ്യാവഹാരികമായിട്ട് അറിവിനെയും ഉൾക്കൊള്ളുന്ന മറ്റൊരറിവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അറിയുന്ന അറിവിന് 2 ഡയമെൻഷൻ ഏറ്റവും ലളിതമായിട്ട് പറയുന്നുണ്ട്. അതായത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു അറിവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് അത് പറയുന്നത്. വെച്ചാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അറിവെന്ന് പറയുമ്പോൾ ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞ അർത്ഥത്തില് അതിന്റെ ഡയമെൻഷനാണ് ബാക്കിയെല്ലാം. നമ്മൾ അറിയുന്ന ജ്ഞാതാവും ജ്ഞേയവും ജ്ഞാനവും, അതിൽ വരുന്ന ജ്ഞാനം എന്ന് വെച്ചാൽ വൃത്തിജ്ഞാനമാണ്. ആ വൃത്തിജ്ഞാനത്തെയാണ് നമ്മൾ അറിവെന്ന് സാധാരണ നിലയിൽ വ്യാവഹാരികമായി വ്യവഹരിക്കുന്നത്. പക്ഷേ ഈ ഒരേ ഒരു അറിവിന്റെ 3 ഡയമെൻഷനാണ് ജ്ഞാതാവ്, ജ്ഞേയം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം എന്നത്, അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കൃത്യമായിട്ടും സാറിന്റെ നിരീക്ഷണം അത് തന്നെയാണ്, ആ ഒരു അർത്ഥത്തിലാണ്. അത് കൺവേ ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലാസ് എടുത്ത ആളിന്റെ കുഴപ്പമാണ്. ക്ഷമിക്കുക, കാരണം പറയുന്നതിലുള്ള അതന്നെ മനസ്സിലാക്കിയത്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. തീർച്ചയായും സംശയങ്ങൾ ഉണ്ടാവണം. ഇത് ഞാനും വിദ്യാർത്ഥിയാണ്. ഒരു എന്താ പറയുന്നത്, കാരണം എന്നെ നല്ല ധാരണയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മൾ പറയുന്നതിലുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടുമ്പോഴേ എനിക്ക് തന്നെ എന്നെ നന്നാക്കാൻ നോക്കൂ. അതുകൊണ്ട് പറയുന്നതാ. വാക്കുകൾ കൊണ്ട് വിവരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയല്ല നമുക്കിവിടെ നമ്മൾ പ്രതിപാദിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇത് സ്വയം മനസ്സിലാക്കേണ്ട കാര്യം ആണെന്ന് കൂടി നമ്മൾ ഉള്ള ഉത്ബോധത്തോടു കൂടി നമുക്ക് സാറിൻ്റെ പ്രഭാഷണത്തെ നമുക്ക് ശ്രവിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ അറിയപ്പെടുന്നതും അറിയുന്നതും ഏകമാണെന്നുള്ള ഒന്നെന്നുള്ള ആ ഒരു പരമമായ ലക്ഷ്യത്തിലേക്ക് ആദ്യത്തെ ആ ശ്ലോകത്തിലൂടെ തന്നെ ഈ ചെറിയ കൃതിയുടെ മുഴുവനും അർത്ഥം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ സുധീർ പറഞ്ഞ പോലെ അറിയപ്പെടുന്ന വസ്തുവും അറിവുമായി രണ്ടല്ല, ഏകമായിട്ടുള്ള ഒന്നാണെന്നുള്ള ആ തത്വത്തിലേക്ക് മറ്റ് ആർക്കെങ്കിലും
അവിജ്ഞരായിട്ടുള്ള പല ശ്രോതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആർക്കെങ്കിലും കൂടുതൽ വ്യാഖ്യാനം സ്വീകരിച്ച് തരാനുണ്ടെങ്കിൽ പ്ലീസ്, അതിനുള്ള അവസരമാണ്. നമ്മളാരും പരമസ്ഥിതിയിൽ ആർക്കും തന്നെ ആകത്തില്ല. എത്ര വലിയ അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ, മന്ത്രദൃഷ്ടാക്കൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അവർക്ക് കൂടുതൽ വിവരങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. മനനം ചെയ്ത് സ്വാമൻ ഒന്നുമില്ലല്ലോ. നമുക്ക് ആദ്യം ചൊല്ലാൻ ഉദ്ദേശിച്ച ദൈവദശകം ചൊല്ലിയതിനു ശേഷം നമ്മുടെ നിർവ്വാണ ഷഡ്കത്തോടുകൂടി നമുക്ക് സമാപിക്കാം. ഓം ഗുരുഭ്യോ നമഃ. ദൈവമേ കാത്തുകൊൾകങ്ങ്, കൈവിടാതിഞ്ഞു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കോരാ വിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദ്രക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഓം ഗുരുഭ്യോ നമഃ. ഓം പ്രഭാഷണം അവസാനിക്കുന്ന ഉപസംഹാരമായിട്ട് നിർവ്വാണ ഷഡ്കം കൂടി. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ശ്രോത്ര ജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ജ പ്രാണസപ്നോ സ വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.
न मे द्वेषरागौ न मे लोभमोहौ मदो नैव मेनैव मात्सर्यभावः न धर्मो न चार्थो न कामो न मोक्षः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञः अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न मृत्युर्न शङ्का न मे जातिभेदः पिता नैव मे नैव माता जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्यः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् अहं निर्विकल्पो निराकाररूपो विभुत्वाच्च सर्वत्र सर्वेन्द्रियाणां न चासङ्गदं नैव मुक्तिर्न मेय चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् ॐ श्री विद्याभिराजाय नमः गुरुभ्यो नमः।